കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക എന്നുള്ളതായ പാഠമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 11ാമത്തെ പാഠമാണ്. തിരിച്ചടികൾ എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ രാജു ജോസഫ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് പാസ്റ്ററും കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഈ ആഴ്ചയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരുന്നതായ വെല്ലുവിളികളെ, തിരിച്ചടികളെ, എതിർപ്പുകളെ, പ്രശ്നങ്ങളെ നാം എങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളാണ്. അതിപ്രകാരം പറയുന്നു: അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും വെളിവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മിൽ ദൈവം നൽകിയിരിക്കുന്നതായ പ്രത്യാശ എത്രമാത്രം ഒരു നങ്കൂരം എന്ന വണ്ണം അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, ജീവിതത്തിൽ കൊടുങ്കാറ്റ് സമമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടതുപോലെ നാം എപ്രകാരമാണ് അതിനെ നേരിടേണ്ടത്? ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു അവസ്ഥയിൽ കർത്താവ് യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിരുന്നതായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം രേഖപ്പെടുത്തുന്നു. അവിടെ കർത്താവ് യേശുക്രിസ്തു അമരത്ത് തലവെച്ച് ഉറങ്ങുന്നു. ശിഷ്യന്മാർ ആ പടകിലുണ്ട്. ആ സമയത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ഈ സമയത്ത് ശിഷ്യന്മാർ അവിടെ വളരെ വേവലാതിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, നമ്മളിങ്ങനെ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് കർത്താവ് യേശുക്രിസ്തു എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതിന് ശേഷം കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുന്നത് അല്പവിശ്വാസികളെ എന്നാണ്. എന്നാൽ ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ശനിയാഴ്ച ശാപസായനത്തിൽ ഒരു കഥ നൽകിയിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കുഞ്ഞ് ഇതുപോലെ കാറ്റും മഴയും ഉള്ളതായിട്ടുള്ള സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയും ഇങ്ങനെ മിന്നലടിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അതിനെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്നതായിട്ടുള്ള ആ കുഞ്ഞിൻ്റെ പിതാവ് ഓടി വന്ന് കുഞ്ഞിനെ ബ്ലാങ്കറ്റൊക്കെയും പുതപ്പിച്ച് അകത്ത് കയറ്റിയിട്ട് ചോദിച്ചു, ഇതിൽ നിനക്ക് ഭയമില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ മിന്നലടിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഫേസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത്, കർത്താവായ ദൈവം എൻ്റെ ഫോട്ടോ എടുക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, യോബ് പറഞ്ഞതുപോലെ എന്നെ ഊതിക്കഴിച്ച് നല്ല പൊന്നാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള പ്രയാസഘട്ടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അവിടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തതുപോലെ നിലവിളിക്കാതെ ഈ കുഞ്ഞിനെ പോലെ അതും സന്തോഷത്തോടു കൂടി യഹോവയായ ദൈവം എന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരുവനാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരമൊക്കെയുമുള്ള പ്രതിസന്ധികളിലൂടെ നടക്കുവാൻ എന്നെ അനുവദിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കണം എന്നാണ് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പാസ്റ്റർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പടകിലായിരുന്ന സമയത്ത് അവർ ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഭയപ്പെടുകയും അവർ മരിച്ചു പോകും എന്നുള്ളതായ വിചാരം അവരിൽ ഉണ്ടാകുകയും ചെയ്തു. യേശുക്രിസ്തു കടൽ ശാന്തമാക്കി അവരെ സമാധാനിപ്പിച്ചു, അല്പബുദ്ധികളെ എന്നൊക്കെ വിളിച്ചു. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പടകിലുണ്ട് എന്ന ഒരു ചിന്ത നമുക്കുള്ളപ്പോൾ നമുക്കെങ്ങനെ ധൈര്യമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും? ഇവിടെ നാം കാണുന്നത് ഈ ശിഷ്യന്മാർ, വാസ്തവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരൊക്കെ ഇന്ന് കടലുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്, മത്സ്യബന്ധനവുമായിട്ട് ഉള്ള ആളുകളാണ്. പക്ഷേ അവരുടെ രക്ഷകൻ അവരുടെ പടകിലുണ്ട് എന്നുള്ളത് അവരല്പസമയത്തേക്ക് മറന്നു പോകുന്നു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടതും പ്രത്യാശയില്ലായ്മ, ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് സാധ്യമാകുമെന്നറിഞ്ഞുകൊണ്ട് നാം മുൻപോട്ട് പോകാതെ
അതിൻ്റെ മധ്യേ ഉണ്ടാകുന്നതായ പ്രതിസന്ധികൾ ഉണ്ടായാൽ ഉടനെ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നാം വിലപിക്കുന്നതായൊരു അവസ്ഥ. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യർ 5:7 പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രയും നാം നടക്കേണ്ടത്. അപ്പോസ്തലന്മാർക്ക് അന്നൊരു വിശ്വാസമില്ലായ്മ വന്നതുകൊണ്ടാണ് അവർക്ക് യജമാനൻ അല്ലെങ്കിൽ രക്ഷകനായ ക്രിസ്തു പടകിലുള്ളപ്പോൾ അവർ നിലവിളിക്കുവാനിടയായി തീർന്നത്. ഇന്ന് ആ ക്രിസ്തുവിൻ്റെ പിൻഗാമികളായിട്ട് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുമ്പോൾ നാം ചെയ്യേണ്ടതും ക്രിസ്തുവിനെ പൂർണ്ണമായും നാം വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നമ്മളെങ്ങനെയാണ് ആ വിശ്വാസം നിലനിർത്തേണ്ടത്? വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. നാം എല്ലാം കണ്ട് ദർശിച്ച് അതിൽ നിന്ന് അനുഭവിക്കാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ മറിച്ച് നാം വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ സർവശക്തൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതായ ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. മറ്റൊരു കഥ ഈ ആഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ആ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്നതായ സ്ത്രീ കർത്താവ് യേശു ക്രിസ്തുവിനെ തൊടണം എന്ന് ആഗ്രഹിക്കുകയും തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്തു. ആ തൊടണം എന്നുള്ളതായ ആഗ്രഹം അവർക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടെ നോക്കുമ്പോൾ അതിനു മുമ്പ് മറ്റൊരു സംഭവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതായത് യായിറൂസ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഇപ്പോൾ തന്നെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവാം, എന്നാലും അവിടെ നിന്ന് കൽപ്പിച്ചാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരും എന്ന് പറയുന്ന സമയത്ത് കർത്താവ് യേശു ക്രിസ്തു യായിറോസിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ യായിറോസിനോടൊപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്ത്രീ തൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായിരിക്കുന്ന ആ ഒരു തീരുമാനമെടുക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കും എന്ന്. ആ തീരുമാനമെടുക്കുവാനുള്ള കാരണം തിരുവചനം മറ്റൊരു ഭാഗത്ത് പറയുന്നത്, പല വൈദ്യന്മാരാലും ചികിത്സിക്കപ്പെട്ട് തൻ്റെ വസ്തുവകകളൊക്കെയും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ആ സ്ത്രീ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അവളുടെ ജീവിതത്തിലെ ഏക പ്രത്യാശ ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടി ആ സ്ത്രീ ഇറങ്ങി പുറപ്പെടുകയും ഇത്രയും ജനങ്ങൾ തിക്കി തിരക്കിക്കൊണ്ട് ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന വേളയിലും അവൾ ആ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തുങ്ങൽ കൊടുകയും അവളുടെ വിശ്വാസത്താൽ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവൾക്ക് രക്ഷ പ്രാപിച്ചു, അല്ലെങ്കിൽ അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ വിശ്വാസത്താലാണ് അത് സംഭവിച്ചതെന്ന് കാണുവാൻ സാധിക്കും. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായി പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജു, നാം രക്തസ്രാവമുള്ളതായ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ രക്തസ്രാവമുള്ളതായ സ്ത്രീ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ തൊടണമെന്ന് ആഗ്രഹിക്കുകയും യേശു ക്രിസ്തു അവളോട് സംസാരിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തുകയും ചെയ്തത്? ഈ കഥയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ കഴിയുന്നത്, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ടോ തനിക്ക് രോഗസൗഖ്യം ആവശ്യപ്പെടുന്ന ഒരാഗ്രഹിച്ചില്ല. മറിച്ച് മറ്റാരും അറിയരുത്, കർത്താവിൻ്റെ കൂടെയുള്ള ആളുകൾ പോലും അറിയരുത്, എന്നാൽ എനിക്ക് രോഗസൗഖ്യവും അനിവാര്യമാണ്. അതുകൊണ്ടാണ് അവൾ തീരുമാനിച്ചത്, ഞാൻ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നത് അവളുടേതായ ഒരു മനോഗതമാണ്. പക്ഷേ അവൾ തൊട്ടപ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നത്, അവൾ ക്രിസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ഒരു ശക്തി പ്രവഹിക്കുന്നതായിട്ട് യേശുവിന് മനസ്സിലായി. അതുകൊണ്ട് യേശു ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത് അല്ലെങ്കിൽ തൊട്ടത് എന്ന്. ആ സമയത്ത് ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്, ഇത്രയും ആളുകൾ ഒന്നിച്ച് നടക്കുന്നു, തിക്കിത്തിരക്കി നടക്കുന്നു, അതിനിടയിൽ അങ്ങേ തൊട്ടത് ആരാണെന്ന് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീ അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ അവിടെ സംഭവിച്ച ഉടനെ തന്നെ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരികയും അവൻ്റെ പാദപീഠത്തിലേക്ക് വീണ് ക്ഷമ ചോദിക്കുകയായിരിക്കാം അവളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കർത്താവ് അവളോട് സംസാരിക്കുവാനായിട്ടാണ് മനസ്സ് വെച്ചത്. കാരണം നിൻ്റെ വിശ്വാസം അത് ഏറ്റവും വലുതാകുന്നു. മറ്റുള്ളവരെ പോലെ എല്ലായിടത്തും വന്ന് പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെട്ട് ചെയ്യുവാനല്ല, മറിച്ച് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ളത് അവളുടേതായ മനോഗതം. അതവളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് എന്ന് യേശു കണ്ടിട്ടാണ് അവളോട് സംസാരിക്കുവാനിടയായി തീർന്നത്.
പാസ്റ്റർ മഹേഷ്, വേദപുസ്തകത്തിൽ മറ്റൊരു കഥാപാത്രം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തതായ, എന്നാൽ പ്രതിസന്ധി വന്നപ്പോഴും ദൈവത്തെ കൈവിടാതെ ദൈവം തന്നെ നടത്തും എന്ന ചിന്തയിലിരുന്നതായ ഇയ്യോബിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഇയ്യോബ് ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരുന്നു? ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നോക്കുമ്പോൾ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ആ ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു എന്നാണ്. അപ്പോൾ നിഷ്കളങ്കമായ നേരുള്ള ഒരു ജീവിതം നയിച്ച് ദൈവഭക്തനായി തീർന്നുകൊണ്ട് ദോഷം വിട്ടകന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, ദൈവത്തെ പൂർണ്ണമായും മുറുകെ പിടിച്ച് ദൈവപാതകളിൽ ദൈവവഴികളിൽ നടന്നതായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇയ്യോബിൻ്റെ മക്കൾ കൂടി വരുന്ന സമയത്തൊക്കെയും അവർ പിരിഞ്ഞു പോകുമ്പോൾ ഇയ്യോബ് ചിന്തിക്കും, എൻ്റെ മക്കൾ കൂടി വന്നപ്പോൾ അവരുടെ വാക്കിനാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും ദോഷം അവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്ന ഒരു പിതാവിനെ ഇയ്യോബിൽ നിന്നും കാണുവാൻ സാധിക്കും. അതുപോലെ ഒരു വേളയിൽ ഇയ്യോബ് പറയുകയാണ്, ഞാൻ ദൈവവുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് എൻ്റെ കണ്ണിന് ദോഷം വരുത്തുവാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ആ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നുവല്ലോ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ഇയ്യോബ് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് ഒരു വേളയിലും ഒരു പാപപങ്കിലമായ അവസ്ഥയിൽ ജീവിക്കാതെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച ദൈവഭക്തനായി തന്നെ തൻ്റെ ജീവിതം തുടരണം എന്ന് വലിയ പ്രത്യാശയോടെ ജീവിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് കാണുവാൻ സാധിക്കും. ഇതാണ് ഇയ്യോബും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാസ്റ്റർ രാജു, ഇയ്യോബ് കഷ്ടതയിലായിരുന്ന സമയത്ത് ഇയ്യോബിൻ്റെ 3 സുഹൃത്തുക്കൾ വന്ന് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ എന്ന ഭാവേനെ വന്ന് കുറ്റം പറയുകയും ദൈവത്തെ തള്ളിപ്പറയാനൊക്കെ ആവശ്യപ്പെടുന്നതായ ഒരു ഭാഗമുണ്ട്. ആ സുഹൃത്തുക്കളോട് ഇയ്യോബിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെ ഇപ്പോഴുള്ളതായ സുഹൃബന്ധം പോലെയായി തന്നെയാണ് അവരെയും നമ്മൾ കാണുന്നത്. കാരണം ആ 3 പേരും വന്ന് അദ്ദേഹത്തിൻ്റെ ആ ദുരവസ്ഥ കണ്ടിട്ട് അവനോടൊപ്പം രട്ടിലും വെണ്ണീരിലും ഇരിക്കുന്ന ഒരവസ്ഥയിൽ അവർ സമയം ചിലവഴിച്ചു. പക്ഷെ പിന്നീട് അവർ പറഞ്ഞു, നീ ഞങ്ങളോ അല്ലെങ്കിൽ മറ്റാരോ അറിയാതെ എന്തോ ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇപ്രകാരം ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകമായിട്ട് 19-ാം അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്, തൻ്റെ കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് അവരെല്ലാവരും അദ്ദേഹത്തിന് എതിരെ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു കാര്യവും എൻ്റെ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യവും എൻ്റെ കണ്ണിന് മുൻപിൽ വെച്ചിട്ടില്ല, ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ദൈവം എനിക്ക് ഒരു പരീക്ഷണമാണ് എനിക്ക് നൽകിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം പറയുന്നത് നമ്മൾ 25-ാമത്തെ വാക്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ എന്ത് കാണും? എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും, ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും എന്നുള്ള വലിയൊരു പ്രത്യാശ. നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോൾ പല ആളുകളും പിന്തിരിയുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ഉറ്റവരും ഉടവരും നഷ്ടപ്പെട്ടപ്പോൾ, സാമ്പത്തിക ഭാരം ഉണ്ടാകുമ്പോൾ, രോഗാവസ്ഥയുണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ ദൈവത്തെ ദുഷിക്കും. എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടത തരുന്നത്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രമാത്രം സത്യസന്ധതയോടുകൂടി ഇടപെടുന്ന വ്യക്തിയാണ്, എങ്കിലും ദൈവം എനിക്കിത് നൽകിയല്ലോ എന്നോർത്ത് വിലപിക്കുകയും ദൈവത്തെ ദുഷിക്കുകയും ചെയ്യും. എനിക്ക് പല അനുഭവങ്ങൾ അറിയുവാൻ സാധിക്കും. പക്ഷേ നാം ഓർത്തിരിക്കേണ്ടത്, ദൈവം നമ്മെ ഓരോരുത്തരെയും, വേദപുസ്തകം തന്നെ പറയുന്നത്, മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്തതായ കഷ്ടതകളൊന്നും ദൈവം തരികയില്ല. പാസ്റ്റർ മഹേഷ്, ഇയ്യോബിൻ്റെ കഥ നമ്മോട്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മോട് എന്താണ് പറയുന്നത്? ഇയ്യോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ചില സത്യങ്ങൾ. ഒന്നാമതായിട്ട്, ഇയ്യോബ് സന്തോഷവേളയിൽ, ജീവിതത്തിൻ്റെ പ്രതാപത്തിൻ്റെ സമയത്തും ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഇയ്യോബിൻ്റെ സന്താപവേളയിൽ, കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ സ്വന്തം ഭാര്യ പോലും ഇയ്യോബിനെ തള്ളിപ്പറയുന്ന വേളയിൽ, സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ, തൻ്റെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്ന വേളയിലും ഇയ്യോബ് സ്വർഗത്തിലെ ദൈവത്തെ മുറുകെ പിടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ ഇയ്യോബിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പിൽക്കാലത്ത് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു.
കഷ്ടത ഇതിനെയൊക്കെയും കൊണ്ടുവരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇത് പറയുവാനുള്ള വലിയൊരു കാര്യം, ഇയ്യോബ് മരിക്കുവാനായി പോകുന്നു, അല്ലെങ്കിൽ ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായിട്ട് എൻ്റെ ദൈവത്തെ കാണും. അത് മറ്റ് കണ്ണുകൊണ്ടൊന്നുമല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ കാണും എന്നുള്ള വലിയ പ്രത്യാശ ഇയ്യോബിനുണ്ടായിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ പ്രത്യാശ നമുക്കും ഇന്ന് ഉണ്ടാകണം. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും നിങ്ങളെ ഏവരെയും ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, നാം പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചതായ വേദപുസ്തകത്തിലെ ചില വ്യക്തികളെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതായ ആ സമയത്ത് എമ്മാവോസിലേക്കുള്ളതായ യാത്ര മധ്യേ 2 ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുകയും അവർ ഹൃദയത്തിൽ ഇങ്ങനെ എരിവുള്ളവരായി കാണപ്പെടുകയും ചെയ്തു. അവരുടെ അനുഭവം നമ്മോടെന്താണ് പറയുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു ഒരു രക്ഷകനായിട്ടില്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് യെരുശലേമിൽ വാഴുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അവർക്കൊരു നല്ല സൗഭാഗ്യകരമായ ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടാകുമെന്നൊക്കെയും അവർ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ കർത്താവാണ് അവരുടെ ഒപ്പം നിൽക്കുന്നത് എന്നവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ കണ്ണുകളെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ സത്യമെന്ന് പറയുന്നത്, നാം ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും പലതും ആഗ്രഹിക്കപ്പെടും. ആ ആഗ്രഹങ്ങളൊക്കെയും സാധ്യമാകാതെ വരുമ്പോൾ നമ്മൾ നിരാശരായി തീരാറുണ്ട്. എന്നാൽ നാം ഏതൊരു ആഗ്രഹങ്ങളെയും അത് സഫലീകൃതമാകണമെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവഹിതത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഓരോ വ്യക്തികളും ദൈവിക ഹിതത്തിനനുസരിച്ച് നീങ്ങേണ്ടതായ ഒരവസ്ഥയുണ്ടാകും. അല്ലാത്ത പക്ഷം നാം എന്തു ചെയ്യും? നമ്മുടെ തീരുമാനങ്ങളിൽ വഴുതി പോകുന്നതായ അവസ്ഥയുണ്ടാകും. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച പ്രകാരം കാര്യങ്ങൾ നടന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആയതുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ടത്, നാം ഓരോരുത്തരും നമ്മുടെ ആഗ്രഹമല്ല, മറിച്ച് ദൈവീയ ഹിതമാണ് എപ്പോഴും സാധ്യമാകേണ്ടത് എന്നോർത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാകുന്നു. പാസ്റ്റർ, യേശുവാണ് ഈ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടന്നത് എന്ന് അറിഞ്ഞ നിമിഷത്തിൽ അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവരോടൊപ്പം നടക്കുന്ന വേളയിൽ അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നില്ല. അവസാനം കർത്താവായ യേശു ക്രിസ്തു തന്നെ അവരോട് പറയുകയാണ്, നിങ്ങൾ തിരുവചനത്തിലൂടെ മോശ തുടങ്ങി സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്ന്. അതിനുശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് കൂടെ നടക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന്. അതിനുശേഷം അവർ പന്തിയിലിരുന്ന കാര്യത്തെക്കുറിച്ചും ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ചൊക്കെയും പറയുന്നു. ആ സംഭവത്തിനൊടുവിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് തങ്ങളോടൊപ്പം നടന്നത് എന്ന് മനസ്സിലാക്കുകയും ക്രിസ്തു വിട്ടുപിരിഞ്ഞ് പോയതിന് ശേഷം അവർ കടന്നു വരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിരുന്ന് ഇതേ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ, ഇതേ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രൂശ് മരണത്തെക്കുറിച്ച് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്നിട്ട് അവർക്കുണ്ടായതായിട്ടുള്ള അനുഭവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് വാ തോരാതെ സംസാരിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ ഇവിടെ അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായതായിട്ടുള്ള വേളയിലാണ്, അല്ലെങ്കിൽ അവർ ക്രിസ്തുവിനെ വീണ്ടും കണ്ടതായിട്ടുള്ള വേളയിലാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും അവർ ക്രിസ്തുവിന് സാക്ഷിയായി തീരുകയും ചെയ്തതെന്ന് കാണുവാൻ സാധിക്കും. സിസ്റ്റർ എലൻ ജി വൈറ്റ് തൻ്റെ അനുഭവത്തിൽ യേശു ക്രിസ്തുവിനെ കാണുന്നതായ ഒരു സ്വപ്നം വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിൽ നിന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്താണ് പഠിക്കുന്നത്? സിസ്റ്റർ വൈറ്റ് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണണം, എന്നാൽ യേശു തന്നെ കാണണം എന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ലായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരികിലേക്ക് വരുന്നതും തൻ്റെ തലയിൽ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ സിസ്റ്റർ വൈറ്റിനോട് മന്ദമായിട്ട് സംസാരിക്കുന്നതുമൊക്കെയും കാണുവാനിടയായി തീർന്നു. അപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സിസ്റ്റർ വൈറ്റ് എഴുതിയിരിക്കുന്നത്, ഇത്രമാത്രം ഒരു ആനന്ദകരമായ ഒരു പ്രത്യാശകരമായിട്ടൊരു അനുഭവം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ, നാം പ്രത്യാശിച്ചു കൊണ്ടിരിക്കുന്നതും നാം കാക്ഷിക്കുന്നതും ഈ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നു. അത് സാധ്യമാകുക എന്ന് പറയുമ്പോൾ
അത് വലിയ ആനന്ദകരമായിരിക്കും. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ ദർശിക്കുക, അവനോടൊപ്പം വസിക്കുക, അവനോടൊപ്പം ആയിത്തീരുക എന്നുള്ളതാണ്. കർത്താവ് ഒരുക്കുന്നതായ നിത്യരാജ്യത്തിൽ അവകാശികളായി നമുക്കെന്നും ക്രിസ്തുവിനെ മുഖാമുഖം കാണുന്ന, സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ യത്നിക്കുമ്പോൾ അത് നമുക്ക് സാധ്യമായി, നമ്മൾ സ്വപ്നത്തിൽ കൂടിയാണെങ്കിൽ പോലും അത് സാധ്യമാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ പ്രത്യാശ നമുക്കുണ്ട്, നമുക്ക് ലക്ഷ്യപ്രാപ്തിയുണ്ട് എന്നൊക്കെയും നാം പറയുമ്പോഴും ആ മഹത്വകരമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഒരു നാളുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി ചിന്തിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും വ്യതിയാനം സംഭവിക്കുന്നതായ വിശ്വാസം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് ഓർത്തിരിക്കേണ്ടത്, നാം ദൈവമക്കളായിരിക്കുമ്പോൾ എപ്പോഴും ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഓരോരുത്തരെയും മതിക്കണം. അപ്രകാരം ആ ബോധ്യത്തിൽ നാം മുൻപോട്ട് പോകുമ്പോഴാണ് ഒരിക്കലും ചഞ്ചലമാകാതെ, പിന്തിരിയാതെ, സ്ഥിരതയോടുകൂടി ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരുകയുള്ളൂ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വരിക, ഇതൊക്കെ സർവ്വസാധാരണമാണ്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പറയുകയുണ്ടായി, നിങ്ങളെപ്പോലുള്ളതായ സഹോദരന്മാർക്കും വിവിധമായ കഷ്ടതകളുണ്ട് എന്ന്. ഈ കഷ്ടതകൾ നമുക്ക് ഇറ്റ് ഈസ് ഗോഡ് ഓർഡൈൻഡ് ആണ് എന്ന് മനസ്സിലാക്കി അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും. ഈ പാഠപഠനം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നത് എല്ലാവരും കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർ മഹേഷിനോട് പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇതുവരെയും അടിയങ്ങളുടെ പാഠങ്ങളെ പഠിക്കുവാനും അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പ്രത്യാശയുള്ളതായിട്ടുള്ള അനുഭവത്തെ അവിടെ നിന്ന് പകർന്നു നൽകിയപ്പോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്രകാരം കർത്താവെ തുടർന്നും ദൈവിക സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് അടിയങ്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതായ പാസ്റ്റർ രാജുവിനെ ദൈവനാമം നന്ദി പറയുന്നു. പാസ്റ്റർ മഹേഷ്, താങ്ക് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ജീവിക്കുന്നത് കാലത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിലാണ്. നാം അന്ത്യകാലത്തോട് അടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസ പരീക്ഷണം അത് ഏറ്റവും കഠിനമായി തീരുകയും ആ കാഠിന്യം നിറഞ്ഞതായ ഘട്ടത്തിൽ നാം ദൈവത്തെ തള്ളിപ്പറയാതെ മറിച്ച് ദൈവത്തിലുള്ളതായ പ്രത്യാശ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ നാം ശ്രമിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ സഹായം നമ്മോടുകൂടെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ നയിക്കും. മറുകരയിലെത്തും വരെ അവൻ കരം പിടിച്ച് നമ്മെ നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെയുള്ളതായ ഒരു പ്രത്യാശ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.